ബട്ടർ ചിക്കൻ്റെ ഒറിജിൻ പ്ലേസായ ഡൽഹിയിലെ അതേ ടേസ്റ്റിൽ വീട്ടിലെങ്ങനെ ബട്ടർ ചിക്കൻ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം അവിടുത്തെ ബട്ടർ ചിക്കൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇന്ന് കാണാം. നമ്മൾ ഒറിജിനൽ ബട്ടർ ചിക്കൻ ശരിക്കും തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ടൊമാറ്റോ ബേസ്ഡ് ക്രീം ഗ്രേവിയിൽ മിക്സ് ചെയ്തിട്ടാണ് ബട്ടർ ചിക്കനായി മാറുന്നത്. ഇവിടെ നമ്മൾ അതുപോലെ തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത് ഇവിടെ പാനിലാണെന്ന് മാത്രം. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേണം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/2 kg ഒരു 1/2 കിലോളം ചിക്കൻ ഉണ്ടാവും. ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ തന്തൂരി മസാലയാണ്. ഇതൊരു നുള്ള് ഓറഞ്ച് ഫുഡ് കളറാണ്. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് തൈര്. ഇത് നല്ല പുളി കുറഞ്ഞ കട്ട തൈരാണ്. 1 ടേബിൾ സ്പൂൺ പ്യോർ ഗീ. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 30 മിനിറ്റോളം ഒന്ന് മാരിനേഷൻ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മാത്രം ചേർത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 3 റെഡ് ചില്ലിയാണ്, ഡ്രൈഡ് റെഡ് ചില്ലി. 2 ഉള്ളി ജസ്റ്റ് റഫ്ലി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഉള്ളിയും ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റാം. ഇനി നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യണം. 5 മുതൽ 6 ടൊമാറ്റോ വരെ ആഡ് ചെയ്യാം. നല്ല പഴുത്ത തക്കാളിയാണിത്. ഇതിപ്പോൾ ഞാനൊരു 5 വലിയ തക്കാളി ഇട്ടിട്ടുണ്ടാവും. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ ഈ ഒരു കറിക്ക് കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്യണം. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇത്രയും നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതൊരു നമുക്ക് 5 മുതൽ 8 മിനിറ്റ് വരെ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിലായിരുന്നു അടച്ച് വെച്ച് കുക്ക് ചെയ്തത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 15 മുതൽ 20 വരെ നിങ്ങൾക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവർ ബാലൻസിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ചൂട് തണഞ്ഞ ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ജസ്റ്റ് 1 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് അരച്ചെടുത്തത്. ഒരുപാട് വെള്ളം ചേർത്താൽ നമ്മൾ ഗ്രേവി വല്ലാണ്ട് നീണ്ടു പോവും.
ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഓവനിൽ വെച്ചും ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാവരുടെ കയ്യിലും ഓവൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പാനിൽ ചെയ്യുന്ന മെത്തേഡ് കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ സാധാരണ കനലിൽ ചുട്ടെടുക്കുക അല്ലെങ്കിൽ തന്തൂർ ഓവനിലൊക്കെയാണ് ചുട്ടെടുക്കുന്നത്. നമുക്ക് അത് രണ്ടും ഇവിടെ പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് പാനിൽ ചെയ്തെടുക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ബാച്ച് തന്തൂരി ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഗ്രേവി പ്രിപ്പയർ ചെയ്തിരുന്ന സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന ഉള്ളി തക്കാളി മിക്സ്ചറാണ്. ഇത് നമ്മൾ ഇതുപോലെ അരപ്പയിലൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ കാരണം നമ്മളെ ഗ്രേവിയിൽ നമുക്ക് നല്ല സിൽക്കി സ്മൂത്ത് ഗ്രേവിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സീവ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും തിക്കായി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗ്രേവി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തന്തൂരി ചിക്കൻ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബട്ടർ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കറി ഉണ്ടാക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്രീമാണ്. 1 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കണം. ബട്ടറും ക്രീമും ആഡ് ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. കാരണം ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ബട്ടറും ക്രീമും ധാരാളമായിട്ട് ഉണ്ടാവുന്ന ഒരു ഗ്രേവിയാണ്. ഇപ്പോൾ 1 കപ്പ് ക്രീം ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇത് ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പം ഈ ലിഡ് തുറന്നപ്പോൾ തന്നെ നമ്മൾ ബട്ടർ ചിക്കൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിക്ക് ആൻഡ് സിൽക്കി സ്മൂത്തായിട്ടാണ് നമ്മൾ ഗ്രേവി വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മളെ കറിയിൽ ഉള്ളിയുടെയോ തക്കാളിയുടെയോ പീസസ് ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്കിനി ഗാർണിഷിനായിട്ട് മേലെ കുറച്ച് ക്രീം ഇതുപോലെ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്തെടുക്കാം. ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് എന്നെ ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോക്കെല്ലാം നോട്ടിഫിക്കേഷൻ വരുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.